ഹലോ ഗായ്സ്. അപ്പോൾ ഞാനും എൻ്റെ മോനും ഫിദാനും കൂടി പയ്യെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാനാണ് പോകുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോഗാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ. ഇപ്പം നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബെസിലിക്ക ചർച്ച് കേട്ടിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ബെസിലിക്ക ചർച്ച് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിലെ സെക്കൻഡ് യൂറോപ്യൻ ചർച്ചാണ്. അത് ബിൽഡ് ചെയ്തേക്കണത് പോർച്ചുഗീസാരാണ് അത് ബിൽഡ് ചെയ്തേക്കണത്. നമുക്കിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പാസ് ചെയ്യും. നോക്കട്ടെ, അവിടെ നിർത്താൻ പറ്റണമെങ്കിൽ നിർത്താം. പയ്യെ നിർത്താം ഗായ്സ്. നിർത്താം. ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോൻ ഫിദാന ഫുൾ നെയിം. അപ്പോൾ ഈ കാണുന്നതാണ് സാന്റാക്രൂസ് ബെസിലിക്ക ചർച്ച്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇറ്റാലിയൻ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പയ്യെ ജസ്റ്റ് റൗണ്ട് അല്ല പറഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ ബിഗ് ബിയിലെ ഹൗസ് ഒന്ന് കാണിച്ചുതരാം. മമ്മൂട്ടിൻ്റെ ഹൗസ് ഇല്ലേ, ബിഗ് ബി ഹൗസ് മാത്രമല്ല, ഇത് വാസ്കോഡഗാമ താമസിച്ചിരുന്ന ഒരു വീടും കൂടിയാണ് കേട്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ വാസ്കോ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബിലാൽ ഖാന്റെ വീട് എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ കാണുന്നതാണ് ബിലാൽ ഖാന്റെ ഹൗസ്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ കേരള. ഇത് പണിതേക്കണത്, ബിൽഡിംഗ് ഒക്കെ പണിതേക്കണത് എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാർ പണിതാണെന്ന് തോന്നുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ ആർക്കിടെക്ചേഴ്സും കാര്യങ്ങളും കാണുമ്പോൾ തോന്നുന്നത് ബ്രിട്ടീഷുകാർ പണിതായിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഹിസ്റ്ററി പ്രകാരം ഈ ഗ്രൗണ്ടിൽ പഴയ ബ്രിട്ടീഷുകാർ പരേഡ് നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിനെ പരേഡ് ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഗ്രൗണ്ടൊക്കെ ചെറുതായി പോയി, കളിയൊക്കെ കുറവാണ്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ഗ്രൗണ്ട് മൊത്തം സത്യം പറഞ്ഞിട്ടുണ്ട് കുട്ടികളായിക്കോളൂ കളിക്കുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടാ, പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഗ്രൗണ്ടിന് ഇങ്ങനെ റൗണ്ട് അടിച്ചാൽ നമുക്ക് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചർച്ചൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഹോട്ടലാണ്, മലബാർ ഹൗസ്. കേട്ടോ മലബാർ ഹൗസ് എന്നുള്ളത്? മിക്ക പടത്ത് ഷൂട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹോട്ടലാണത്, മലബാർ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. ഈ കാണുന്ന നേരെ വഴി പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് എത്തൂട്ടാ. ബീച്ചിലേക്ക് കൊണ്ട് ഡയറക്ഷനെ കാണിച്ചത്. ഇപ്പം ഈ കാണുന്നത് ഡേവിഡ് ഹോൾ എന്ന് പറഞ്ഞ ഒരു കഫേയാണ്. പണ്ടത് ബ്രിട്ടീഷ് ഗവർണറിൻ്റെ ഹൗസ് ആയിരുന്നത്. ഡേവിഡ് ഹോൾ എന്ന് പറയും. ഈ കാണുന്നത് കൊച്ചിൻ ക്ലബ്ബാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പാരഗൺ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളതാണ്. ഈ കാണാണ് ഇന്ത്യയിലെ ഫസ്റ്റ് യൂറോപ്യൻ ചർച്ച് കേട്ടോ. ബിൽഡ് ചെയ്ത് പോർച്ചുഗീസുകാരാണ്. 1505 പണിതത്. നമുക്കത് അവിടുന്ന് പാസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെ കാണുന്നത് ഡി കൊളോണിയൽ ഹോട്ടൽ എന്ന് പറഞ്ഞത്. അതായത് 1506 പോർച്ചുഗീസുകാർ പണിത പ്രോപ്പർട്ടിയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ ചെറിയ കരകൗശല കടകളൊക്കെ ഉണ്ട് റോഡിൻ്റെ സൈഡിലായിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ജയസൂര്യൻ്റെ പടം കണ്ടിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ എന്ന പടം. ആ പടത്തിലുള്ള വീടാണത്. ഫോർട്ട് വെച്ച് വന്നവരെപ്പോഴും ചോദിക്കും എവിടെയാണ് ഫോർട്ട്. സത്യം പറഞ്ഞാൽ ഫോർട്ട് ഇല്ല നമുക്ക്. ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് ഒരു പഴയ ഫോർട്ടിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഫോർട്ട് വെച്ച് ചീനവലൻ്റെ കടത്തിനെ നിൽക്കുന്നത്. ഈ കാണുന്ന മരം റൈൻ ട്രീ എന്ന് പറയുക. അടിപൊളി മരമാണ്. ഇതിൻ്റെ മരം അടിയിൽ നിന്നല്ല, മേളിൽ നോക്കണം. മേളിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു പെയിൻറ്റിങ് ഒക്കെ ചെയ്തായിട്ട് ഫീൽ ചെയ്യും. കണ്ടാ എന്താ അടിപൊളിയാണ് ട്രീ കാണാൻ. അപ്പോൾ ഇതുപോലെയായിട്ട് ഞാൻ പയ്യെ ചീനവല കാണാൻ വേണ്ടി കയറുന്നത്. ഞാൻ കാണാത്തൊന്നുമില്ല കേട്ടോ. എൻ്റെ വർക്ക് ഞാൻ ടൂർ ഗൈഡാണല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് കാണേണ്ട സ്ഥലമാണ് കാണിട്ടത് ഞാൻ. പക്ഷെ എൻ്റെ മോൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറണത്, ചീനവലയിൽ കയറുന്നത്. ഇവിടെ നമുക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ വൈപ്പിനാണ് കാണുന്നത്. ഈ ചീനവലയിൽ വർക്ക് ചെയ്യണ 5 പേരാണ് വർക്ക് ചെയ്യണത് സത്യം പറഞ്ഞാൽ. ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ല കേട്ടോ. ഇതെല്ലാം ബിലോങ്സ് ചെയ്യണത് പ്രൈവറ്റുകളുടെ ഓരോരുത്തരുടെ ഓണറിൻ്റെ കീഴിലാണ് ഇത് ഉള്ളത്. ഇവിടെ വർക്ക് ചെയ്യണ 5 പേരും ഇവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇതേ കണ്ടില്ലേ, അതാണ് വൈപ്പിന് കേട്ടോ. ഇവിടെ നോക്കിയ കറക്റ്റ് നമുക്ക് അറബിക്കടലിൽ ആസ്വദിക്കാട്ടാ. ക്യൂൻ ഓഫ് അറേബ്യൻ സീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വരേണ്ടത് വൈകിട്ടാണ്. വൈകിട്ട് അടിപൊളി സൺസെറ്റ് ഒക്കെ നമുക്ക് കാണാം. ചീനവലയാണ് പഴയത് കണ്ട. വളരെ നല്ല ഭാരമുള്ള കല്ലുകളാണ് തോന്നിക്കിടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ ക്യാച്ച്, ആ ചീനവല ക്യാച്ചാണ്. എല്ലാം ഫ്രഷാണ് കേട്ടോ. ഫ്രഷ് മീനാണ് എല്ലാം. പ്രോൺസ് ഉണ്ട്, ടൈഗർ പ്രോൺസ് ഓൾറെഡി 2 എണ്ണം. പിന്നെ അത് ടൈഗർ ഫിഷ് ഉണ്ട്,
പിന്നെ മള്ളച്ച്, ഇത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ എന്താ പറയുന്നത് അറിയണ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ ഉള്ളത്. നമ്മളവിടുന്ന് പയ്യെ ഇറങ്ങി ചീനവലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ള ഒരു ബായ്, ഏത് സ്ഥലമൊന്നും എനിക്കറിയില്ല, ബായിയാണ്, ഹിന്ദിക്കാരാണ്. മൂപ്പര് ചെറിയൊരു കച്ചവടമാണ് കാണുന്നത് കേട്ടോ. നമ്മൾ പാസ്ത, നൂഡിൽസ് പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐറ്റം. എനിക്ക് തോന്നുന്നത് 100 രൂപ, ഒരു പീസിന് 100 രൂപ എന്താണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ വേറെ കസ്റ്റമർ വന്നപ്പോൾ മൂപ്പര് അതിൽ ബിസിയായി. ഞാൻ പയ്യെ നടന്നു അവിടുന്ന്. തൊട്ടടുത്ത് തന്നെ വുഡൻ ഐറ്റംസിൻ്റെ ചെറിയൊരു തട്ടട്ടാ, കുഴപ്പമില്ല, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. ഇങ്ങനെ പയ്യെ നടന്നപ്പോൾ ശംഖിൻ്റെ ഒരു കളക്ഷൻ കണ്ടു അവിടെ അടുത്ത് തന്നെ. ഞാൻ നോക്കിയില്ല, എനിക്ക് അതിനോടും വലിയ താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വുഡൻ ഐറ്റംസ് ഈ കാണുന്നത് അടിപൊളിയാണ്. വീട്ടിലൊക്കെ വെക്കാൻ പറ്റും, നമ്മുടെ ടിവിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പേപ്പറൊക്കെ പറന്നുകൊണ്ടിരിക്കാനൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. നല്ലൊരു സാധനം ഉണ്ട്. പയ്യെ നടന്ന് റോഡിൻ്റെ സൈഡിൽ കൂടി ഇത് ഇവിടുന്ന് നൈസൊരു വ്യൂ ഉണ്ട് കേട്ടോ. നൈസൊരു വ്യൂ ആണ്. ഇപ്പോൾ 13 നേരം നടക്കും. അവിടെ നിന്ന് കറക്റ്റ് നമുക്ക് ചീനവലയും അറബിക്കടലൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിച്ച് 360 ഡിഗ്രി ക്യാമറ നിന്ന് കറക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. നൈസാണ്. സത്യം പറ ഫിദുവിനെ വിളിച്ച ഫിദുക്ക് മടിയായിരുന്നു കേട്ടാ എൻ്റെ കൂടെ വരാൻ. വേറെ നല്ല വെയിലുണ്ടായി, അതുകൊണ്ട് വരാൻ മടിയായിരുന്നു. പക്ഷെ ഞാൻ പയ്യനെ പൊക്കിക്കൊണ്ടുവന്നു. നൈസ് വ്യൂ വേണ്ട. അവിടുന്ന് വണ്ടി എടുത്ത് ചീനവലേന്ന് വണ്ടി എടുത്ത് ഈ കാണുന്ന ഓൾഡ് ഹാർബർ ഹോട്ടലാണ്. നമ്മളെ ഫോർട്ട് കൊച്ചിനെ പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തുള്ള എല്ലാ ബിൽഡിങ്സും ബിൽഡ് ചെയ്തേക്കണം പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ. കണ്ട എന്ത് അടിപൊളി ആർക്കിടെക്ചേഴ്സാണ്. ഇവിടെ നമ്മ ലെഫ്റ്റ് തിരിയണത് നേരെ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുള്ളൂ. ഫോർട്ട് കൊച്ചിയിലെ മെയിൻ സ്ട്രീറ്റാണ് കാണുന്നത്, പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയും. ഒരുപാട് കടകളും നല്ല ഹോട്ടൽസും ഹോം സ്റ്റേസും അത് ഈ ഒരു സ്ട്രീറ്റിലുണ്ട്. പണ്ട് ഹിസ്റ്ററി പ്രകാരം ഈ സ്ട്രീറ്റിൽ താമസിച്ചിരുന്നത് ബ്രിട്ടീഷുകാരൻ്റെ, അതായത് വൈഫും ഗേൾ ഫ്രണ്ടും പ്രിൻസസൊക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നത്. അങ്ങനെയാണ് ഹിസ്റ്ററി പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന വീട്, റൈറ്റ് സൈഡിൽ തന്നെ കാണുന്ന വീട്, അത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന വീട് ഗ്രാമഫോണിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ വീട് ഗ്രാമഫോണിൽ മീര ജാസ്മിൻ്റെ വീടാണ് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് പടങ്ങൾ ഈ ഒരു സൈഡിൽ നടന്നിട്ടുണ്ട്. വണ്ടി എവിടെ നിർത്തിയില്ല കേട്ടോ. വയ്യ അവിടെ നിന്ന് വണ്ടി മൂവ് ചെയ്തു. ഇപ്പം ഞാൻ പോണത് എന്താ പറയുക, ഡോബിഖാന, നമ്മുടെ ഫോർട്ട് കൊച്ചി വെളിയിൽ തന്നെ ഡോബിഖാന എന്ന് പറയുന്നത്, അങ്ങടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ എത്താൻ വേണ്ടി പോണ ജംഗ്ഷൻ വെളി ജംഗ്ഷൻ എന്ന് പറയും. 31 ജനുവരി 31 ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഈ ജംഗ്ഷൻ ഏതാണെന്നുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ വലിയ ട്രീ, അതാണ് നമ്മൾ ക്രിസ്മസിന് വലിയൊരു ട്രീ ആയിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യൂലേ ഫോർട്ട് കൊച്ചിയിൽ. അത് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ട്രീ ആണ്, ബിഗ് ട്രീ ആണ്. അങ്ങനെ നമ്മൾ ഡോബിഖാന എന്ന് വെച്ചാൽ പണ്ട് ഡച്ചുകാർക്ക് വേണ്ടിയിട്ട് ഡച്ചുകാരുണ്ടാക്കിയ ഒരു അലക്ക് സ്ഥലമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബിൽഡ് ചെയ്തൊരു സ്ഥലമാണ് അത്. അതിനുശേഷം നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഇത് നമ്മൾ ലോക്കൽ ആൾക്കാരൊക്കെ യൂസ് ചെയ്യണം. ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മലയാളികളല്ലട്ടെ ഇവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ വർക്ക് ചെയ്യുന്നത് തമിഴന്മാരാണ്. സത്യം പറഞ്ഞാൽ തമിഴന്മാർ അവരിപ്പോൾ അല്ല കേട്ടോ, അവരുടെ ജനറേഷൻ മൊത്തം തമിഴന്മാർ. അവരാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇവിടുന്ന് വർക്കൊക്കെ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഹോട്ടല്, ഹോസ്പിറ്റല്, റെസ്റ്റോറൻറ്റ്, അവിടത്തേക്കാണ്. ആ കാണുന്ന ചേച്ചി എപ്പോഴും ഞാൻ മിക്കപ്പോഴും ഇവിടെ ഗസ്റ്റായിട്ട് വരുമ്പോൾ ആ ചേച്ചിക്ക് എൻ്റെ മോനെ കാണണമെന്ന് പറയും. അപ്പോൾ ഞാൻ കാണിച്ചതാണ് എൻ്റെ മോനെ പറഞ്ഞാണ്. എപ്പോഴും ചോദിക്കും, എൻ്റെ 2 മക്കളെയും ചോദിക്കും ആ ചേച്ചി. ഇവിടെയൊക്കെയാണ് അവർ തേക്കണ കേട്ടാ. ഇതൊരു 3 സെക്ഷനായിട്ടാണ്: അലക്കൽ, വിരിക്കൽ, അത് കഴിഞ്ഞിട്ട് തേക്കൽ. ഇങ്ങനെ 3 സെക്ഷനാണ്. ഇതിപ്പോൾ ഈ കാണുന്ന ചെറിയ റൂം പോലില്ലേ, അത് ഓരോരുത്തരുടെ ക്യാബിൻ പോലെയാണ്. ഓരോരോ അലക്കണ ചേട്ടന്മാരായാലും ചേച്ചിമാരൊക്കെ റൂമാണിത്. റൂം എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ക്യാബിൻ പോലെ അവർക്ക് യൂസ് ചെയ്യാനുള്ളത്. മെഷീനൊന്നുമില്ല കേട്ടോ, ഫുള്ള് കയ്യിൽ തന്നെയാണ് പരിപാടിയെല്ലാം. കണ്ട കയ്യിൽ തന്നെയാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. ഇവിടെ നമുക്ക് കയ്യിൽ നേരാണ്ട് നമ്മുടെ മതിലിൽ കണ്ടില്ലേ, നമ്മുടെ രജനി അണ്ണൻ തലൈവൻ ഒരു ഫാൻസാണ്, രജനി ഫാൻസാണ് മൊത്തത്തിൽ. ഞാനും രജനി അണ്ണൻ ഫാനാട്ടാ. ഇവിടെയാണ് അവർ തുണിയൊക്കെ വിരിക്കുന്നത്.
അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ പാലാസ് റോഡിലേക്കുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ കാണുന്ന സ്കൂൾ JD സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ്. മാത്രമല്ല വിക്രമാദിത്യനിൽ ദുൽഖറും ഉണ്ണിമുഖത്തിനും കൂടി പഠിച്ച സ്കൂളും കൂടിയാണ് കാണുന്നത്. പോണ പാലാസ് റോഡിലേക്കാണ്. പാലാസ് റോഡിൽ ലസ്സി ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. അടിപൊളി ലസ്സി ഇവിടെ കിട്ടും. അടിപൊളി ഗുജറാത്തിലാണ് ഈ ലസ്സി ഉണ്ടാക്കുന്നത്. അടിപൊളി ലസ്സി ഇവിടെ കിട്ടും. ഈ കാണുന്ന ചെറിയ ഷോപ്പാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അധികം എക്സ്പെൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ പ്ലെയിൻ ലസ്സി ഉണ്ട്, മാംഗോ ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ലസ്സി ഉണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലസ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മൂപ്പരാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഞാൻ ചോദിച്ച് മോനിക്ക് എന്ത് ലസ്സിയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് മാംഗോ ലസ്സി മതി എന്നാ പറഞ്ഞു. കണ്ട റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഉള്ളൂ ലസ്സിക്കൊക്കെ. സാധാ പ്ലെയിൻ ലസ്സിക്ക് 40 രൂപ, മാംഗോ ലസ്സിക്ക് 60 രൂപ. ആകെ ഉള്ളത് 60 രൂപ മാത്രമേ ഉള്ളൂ. ഇതേ ഞാനുണ്ട്, പേടിക്കണ്ട, അത് ഞാൻ തന്നെയാണ്. ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. ലസ്സി ഇതുകൊണ്ട് കുടിച്ച് കഴിഞ്ഞ ശേഷം നേരെ ഈ ബ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറിയ ബ്ലോഗാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ബ്ലോഗാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, എന്തായാലും ഫിദുവിന് ലസ്സി എന്തായാലും ഇഷ്ടപ്പെടും, മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ ഗായ്സ്, നമുക്ക് എന്തായാലും അടുത്ത ബ്ലോഗിൽ കാണാം. ബായ്.